മറ്റൊരു വരിയിലേക്ക് വരുമ്പം ജാതി മതിലുകൾ തീണ്ടൽ വേലികൾ നാം എരിച്ചു കളഞ്ഞിടം. വൈക്കം സത്യാഗ്രഹത്തിലേക്ക് വരികയാണ്. ജാതി മതിലുണ്ടായിരുന്നല്ലോ. വൈക്കത്ത് മാത്രമല്ല കേട്ടോ ജാതി മതിൽ. വൈക്കത്ത് പടിഞ്ഞാറേ നടയിൽ ക്ഷേത്രത്തിന് ചുറ്റിലുമുള്ള വഴിയിലൂടെ അവർണർക്ക് നടക്കാൻ പാടില്ല, പിന്നോക്കക്കാർക്ക് നടക്കാൻ പാടില്ല. എന്നാൽ മതം മാറിയാൽ അവ മുസ്ലിമായ ക്രിസ്ത്യാനിയായ പിന്നെ നടക്കാം. ഇതിനെയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്തം എന്ന് പറഞ്ഞത്. അപ്പോൾ ഹിന്ദുവായ പുലയന്, ഹിന്ദുവായ പറയന്, ഹിന്ദുവായ ഈഴവന് നടക്കാൻ പറ്റത്തില്ല. അവിടെ വേലി വെച്ചിരിക്കുക. അവിടെ മാത്രമല്ല വേലി, കോഴിക്കോട് തളി ക്ഷേത്രത്തിന് മുന്നിൽ വേലി ഉണ്ടായിരുന്നു. ഈ വേലി കൊണ്ടൊന്ന് സ്ഥാപിച്ച ബ്രിട്ടീഷ് കളക്ടറാണ്. ആരാണ് നമ്മളെ ജാതീയമായി തമ്മിൽ തെല്ലിക്കാൻ ശ്രമിച്ചതെന്ന് നോക്കണം. എന്നിട്ട് ഇവിടുത്തെ പിന്നോക്കക്കാരെല്ലാം കൂടെ സംഘടിച്ചിട്ടാണോ ആ വേലി എടുത്ത് കളഞ്ഞത്? അല്ല. ഈ കോഴിക്കോടെ വേലി എടുത്ത് കളയുന്നത് പാലക്കാടുള്ള ഒരു അയ്യരാ. മനസ്സിലാക്കണം. ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യം ഈ വേലി ഉല്ലംഘിച്ച് മുന്നോട്ട് പോയത് ഒരു ഈഴവൻ, ഒരു നായർ, ഒരു പുലയൻ, 3 ജാതിയിലും പെട്ടവർ ചേർന്നിട്ടാണ്, സംയുക്തമായിട്ടാണ്. എത്ര ഉദാത്തമായ ഭാവനയോടുകൂടിയാണ് ജാത്യതീതമായ ഒരു സാമൂഹ്യ സമരജനം നടത്തുന്നത്. ഇതിനെയാണ് സംഘർഷത്തിൻ്റെ ചരിത്രമാക്കിയിട്ട് മാറ്റുന്നത്. ഇപ്പം ജാതി മതിലുകൾ തീണ്ടൽ വേലികൾ നാം എരിച്ചു കളഞ്ഞിടും. നാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് കത്തിച്ച് കളഞ്ഞതിനെ എടുത്ത് ദൂരെ കളഞ്ഞു. വൈക്കം സത്യാഗ്രഹത്തിൽ പാടാനുള്ള പാട്ടെഴുതിയത് ഒരു തമിഴ് ബ്രാഹ്മണനാണ്. അടുത്തു വന്നുകൂടെ തമ്പുരാനെ അയിത്തമായിടുമോ എന്ന് ചോദിച്ചുള്ളൊരു പാട്ടുണ്ട്. അന്ന് ഈ സത്യാഗ്രഹികൾ പാടി നടന്ന പാട്ടാണ്. ആ പാട്ടെഴുതിയത് ഒരു തമിഴ് ബ്രാഹ്മണനാണ്. അപ്പോൾ നോക്കൂ, ഈ അയിത്തത്തിനെതിരെ ബോധമുള്ള ഈ പറയുന്ന മുതിർന്ന ജാതിക്കാർ, അല്ലെങ്കിൽ സവർണൻ എന്ന് പറയുന്നവരും വൈക്കം സത്യാഗ്രഹത്തിൽ സവർണജാഥ നയിച്ച മന്നത്ത് പത്മനാഭൻ 25,000 പേരുമായിട്ട് തിരുവനന്തപുരത്തേക്ക് മഹാരാജാവിനെ കണ്ട് മെമ്മോറാണ്ടം കൊടുക്കാൻ പോയ മന്നത്ത് പത്മനാഭൻ സവർണനല്ലേ? ആ മന്നത്ത് പത്മനാഭൻ ശിവഗിരി പോയിട്ട് നാരായണ ഗുരുദേവനെ കണ്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയിട്ടാണ് പോകുന്നത്. എവിടെയാണ് സംഘർഷം? ഇവിടെ ഈഴവനും നായരും പറയനും പുലയനും തമ്മിലൊന്നും സംഘർഷമില്ല. അയ്യങ്കാളിയെ ചേർത്ത് നിർത്തിയത് ആരാ? മന്നത്ത് പത്മനാഭനാ. അയ്യങ്കാളിക്ക് എപ്പോഴും വേണ്ട മാർഗനിർദ്ദേശങ്ങൾക്ക് അയ്യങ്കാളി ആശ്രയിച്ചിരുന്നത് മന്നത്ത് പത്മനാഭനെയാണ്. മന്നത്ത് പത്മനാഭനടുത്തൊരു പ്രതിജ്ഞയുണ്ട്, ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾ വിളിക്കപ്പെടുന്നവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല, ഞാനിനി ക്ഷേത്രത്തിൽ കയറില്ല. അദ്ദേഹം ദീർഘകാലം ക്ഷേത്രത്തിൽ കടന്നിട്ടില്ല. അപ്പം ഇങ്ങനെ കേരളത്തിലെ ഈ സമന്വയത്തിൻ്റെ, ജാതി സമന്വയത്തിൻ്റെ ഇത്തരം അസാൻമാർഗിക പ്രവണതകൾക്കെതിരെ ഒരുമിച്ച് നിന്ന് നടത്തിയ സർഗാത്മകമായ സമരത്തെയാണ് സംഘർഷമായി, ജാതി വിരോധമായി, ഇപ്പോഴും ജാതി വിരോധമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്.